ഇന്ന് നമ്മൾ വീറ്റോ പബ്ലിക്കേഷൻ്റെ 2 പുസ്തകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഡിഗ്രി ലെവലാണെങ്കിലും നമുക്ക് എല്ലാ പ്രിലിമിനറി ആൻഡ് മെയിൻസ് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ്, അല്ലെങ്കിൽ റാങ്ക് ഫയലാണ് ഇത്. 2 വോളിയം ഉണ്ട്, വോളിയം ഫസ്റ്റും വോളിയം സെക്കൻഡും. കണ്ടോ, 10th പ്രിലിംസ് മുതൽ KS വരെ നമുക്ക് ഈ 2 പുസ്തകം യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ ഫസ്റ്റ് വോളിയം ഒന്ന് നോക്കാം. അപ്പം നമുക്കിതിലെ ആദ്യത്തെ ചാപ്റ്ററായ യൂറോപ്യന്മാരുടെ ആഗമനം നോക്കാം. പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാരണം പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത്, അപ്പോൾ അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. അപ്പം നോക്കാം. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. അപ്പോൾ ഫസ്റ്റ് എത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗമാണ് പോർച്ചുഗീസുകാർ. 463 വർഷം 1498 മുതൽ 1961 ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ജെയിംസ് കോറിയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത്. ആരായിരുന്നു? ജെയിംസ് കോറി. അപ്പോൾ ഫസ്റ്റ് എത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ജെയിംസ് കോറി ആണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത്. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വ്യക്തിയാണ് വാസ്കോഡഗാമ. അപ്പോൾ വാസ്കോഡഗാമ എത്തിയത് 1498 മെയ് 20-ന്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ്, അതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. അതായത് ഇവിടെ യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വ്യക്തിയാണ് വാസ്കോഡഗാമ. 1498 മെയ് 20-നായിരുന്നു. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. ലിസ്ബണിൽ നിന്ന് 1497 നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത്. വാസ്കോഡഗാമ വരുന്നതുവരെ കേരളത്തിൻ്റെ വിദേശ വ്യാപാരം അറബികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അറബികളുടെ എന്ന് പറയുന്ന മൂർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. വാസ്കോഡഗാമ വന്ന കപ്പലിൻ്റെ പേര് സെന്റ് ഗബ്രിയൽ എന്നാണ്. വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേൽ, ബെറിയോ എന്ന് പറയുന്നത്. മാനുവൽ രാജാവാണ് വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. പിന്നൊരു ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് വാസ്കോഡഗാമേനെ റിലേറ്റ് ചെയ്യുന്ന വർഷങ്ങളും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. വാസ്കോഡഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത് 1499-ലാണ്. 1502-ലാണ് വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത്. വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയത് 1524-ലാണ്. 1524 ഡിസംബർ 24-ന് വാസ്കോഡഗാമ അന്തരിച്ചു. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. 1539-ലാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. പോർച്ചുഗലിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡഗാമയുടെ ശവശരീരം അടക്കം ചെയ്തത്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. പോർച്ചുഗീസ് ആസ്ഥാനം കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത് കബ്രാളാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് പോർച്ചുഗീസ് നാവികനായ കബ്രാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽമേഡയാണ് നീല
നീലജല അതായത് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ് എന്ന് 1505. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമായിരുന്നു ഗോവ. 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത്. പിന്നെ ചെറിയൊരു ബോക്സിൽ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. പിന്നെ അതേപോലെ അൽബുക്കർക്കിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയും കൂടിയായിരുന്നു. ഗോവയിൽ സതി നിരോധിച്ച വൈസ്രോയി. എവിടെ? ഗോവയിൽ. അപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി, പിന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ, പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകി, കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച വൈസ്രോയി ആയിരുന്നു. പിന്നെ പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും കൂടിയായിരുന്നു. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി ഗോവയിൽ സതി നിരോധിച്ച വൈസ്രോയിയും അൽബുക്കർക്കായിരുന്നു. ഇനി പോർച്ചുഗീസുകാർ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്. എവിടെ നിന്നായിരുന്നു? ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന്. ഗോവയെ 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് എന്ന് ഗോവയെ 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത്. ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നടത്തിയ ആദ്യ പള്ളിയാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ദാമൻ, ദിയു. ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ? ദാമൻ, ദിയു. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിൻ്റെ ചാൾസ് രണ്ടാമൻ സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. അതായത് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പിന്നെ അടുത്തതൊരു ബോക്സാണ് മാനുവൽ കോട്ടനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട കൊച്ചിയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണിത്. 1503 കോട്ട പണി കഴിപ്പിച്ച പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയിക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. അപ്പോൾ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. പള്ളിപ്പുറം കോട്ട എന്ന പേരിലും വൈപ്പിൻ കോട്ട എന്ന പേരിലും ആയിക്കോട്ട എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 1503 കോട്ട പണി കഴിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി കൂടിയാണിത്. ഇന്ത്യയെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയും കൂടിയാണ്. എവിടെ? കൊച്ചിയിൽ നിർമ്മിച്ച കോട്ടയാണ് മാനുവൽ കോട്ട. ഇനി കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ആരതായിരുന്നു? സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. എന്തിനെക്കുറിച്ച്? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണിത്. കോഴിക്കോട് സാമൂതിരിയുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. അപ്പോൾ കോഴിക്കോട് സാമൂതിരിയുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പോൾ ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമൻ. സാമൂതിരിയുടെ സഹായത്തോടെ
കുഞ്ഞാലി മൂന്നാമൻ പണി കഴിപ്പിച്ച കോട്ടയാണ് പുതുപ്പണം കോട്ട. അപ്പോൾ സാമൂതിരിയുടെ സഹായത്തോടെ കുഞ്ഞാലി മൂന്നാമൻ പണി കഴിപ്പിച്ച കോട്ട പുതുപ്പണം കോട്ട അല്ലെങ്കിൽ മരക്കാർ കോട്ട എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാരാണ്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊച്ചി സ്വന്തമാക്കിയത്. പോർച്ചുഗീസ് സമ്പർക്ക ഫലമായി ഉടലെടുത്ത കലാരൂപമാണ് ചവിട്ടുനാടകം. കശുവണ്ടി, പേരയ്ക്ക, പപ്പായ, പുകയില, നിലക്കടല തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത്. 1556 ഗോവയിൽ, കൊച്ചിയിലും വൈപ്പിനിലും പോർച്ചുഗീസുകാരാണ് അച്ചടിശാല സ്ഥാപിച്ചത്. യൂറോപ്യൻ ആയുധങ്ങളും യുദ്ധരീതികളും കേരളത്തിൽ പ്രചാരം നേടിയത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. ലാറ്റിൻ ഭാഷകൾ കേരളത്തിൽ പ്രചാരം നേടിയതും റോമൻ കത്തോലിക്ക മതം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. പോർച്ചുഗീസുകാരും സാമൂതിരിയുമായുള്ള പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് 1540 ഉദയപേരൂർ സുനഹദോസിന് നേതൃത്വം നൽകിയത് പോർച്ചുഗീസുകാരാണ്. ഉദയപേരൂർ സുനഹദോസ് 1599 ജൂൺ 20 നടന്നത്. ഉദയപേരൂർ സുനഹദോസ് 1599 ജൂൺ 20 പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളാണ് മേശ, ജനൽ, അലമാര, ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ബെഞ്ച്, കസേര, റാന്തൽ, കുശിനി, വിജാഗിരി, മേസ്തിരി, വരാന്ത എന്നിവ. അപ്പോൾ ഇത്രയാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ഡച്ചുകാരെ കുറിച്ച് വായിക്കാം.